കുഴപ്പമില്ല sir. This call is now being recorded. Okay. Okay, thank you. Okay, so in the last class we discussed about BGP, Border Gateway Protocol, and we know that BGP is mainly used to exchange routing and reachability information among autonomous systems. That's an important point, autonomous systems. And currently BGP version 4 ആണ് യൂസ് ചെയ്യുന്നത്. And characteristics of BGP, inter-autonomous system configuration, next hop paradigm. Next hop paradigm means information about the next hop to reach the destination. അതുകൂടി ഇത് പ്രൊവൈഡ് ചെയ്യും. Path information, policy support. What is policy support? That means administrator can configure the policies according to the requirement in BGP systems or BGP environment. Okay, so that's about policy support. Then TCP ആണ് ഇത് യൂസ് ചെയ്യുന്നത്, and it supports classless addressing. We know what is classless addressing. So this BGP supports classless addressing. Then security. Then BGP route information management function. What are the functions or what are the tasks involved in this BGP route information management? And that has 4 functions: route storage, route update, route selection and route advertisement. ബാക്കി റൂട്ടേഴ്സിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്ന റൂട്ടിംഗ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുക, പുതിയ അപ്ഡേഷൻ വന്നാൽ ആ അപ്ഡേഷൻ വരുത്തുക, ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക, ഓരോ റൂട്ടറും അതിൻ്റെ കയ്യിലുള്ള റൂട്ടിംഗ് ഇൻഫർമേഷൻസ് ബാക്കിയുള്ള റൂട്ടേഴ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് or different functions that are supported by the BGP routing management system. Then BGP message type. BGP message type involves 4 basic types of messages: open, update, notification and keep alive. These are the 4 different types of messages that are supported by the BGP. And finally BGP header format. It has a marker field, length field, type field and finally message body. മാർക്കർ ഫീൽഡ് എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഓഫ് ഈച്ച് മെസ്സേജ്, ഓരോ മെസ്സേജിൻ്റെയും സ്റ്റാർട്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സിങ്ക്രണൈസേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡാണ് മാർക്കർ ഫീൽഡ്. ദെൻ ലെങ്ത് ഓഫ് ദ ടോട്ടൽ മെസ്സേജ് വിൽ ബി ദർ ആൻഡ് ടൈപ്പ് ഓഫ് ദ നെറ്റ്വർക്ക് ഓർ ടൈപ്പ് ഓഫ് ദ മെസ്സേജ് വിൽ ബി ദർ ആൻഡ് ഫൈനലി ദ മെസ്സേജ് ബോഡി ഓർ ദ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. ഇത്രയാണ് BGPയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, next is IPv6 addressing. നമ്മൾ ഓൾറെഡി IPv4 പഠിച്ചിട്ടുണ്ട്. Now IPv6 addressing. ഈ IPv6 എന്ന് പറയുന്നത് IPv4ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഓർ മോഡിഫൈഡ് വേർഷനാണ്. ഇപ്പോഴും ഇതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും IPv6 ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ ദ മേജർ ചേഞ്ച് ഇൻ IPv6 ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ചേഞ്ച്. നമ്മൾ IPv4ലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയായിരുന്നു? 32 ബിറ്റ് ആയിരുന്നു. So in IPv6 the number of bits are changed from 32 to 128. 32 ബിറ്റിൽ നിന്നും 128 ബിറ്റ്സിലോട്ട് മാറി. ഇങ്ങനെ ബിറ്റ് ആക്ച്വലി IPv4 has a lot of features and lot of advanced features as compared to IPv4. ഓക്കെ, എന്നാൽ പോലും ഈ ബിറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? IPv4ൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ IPv6ൻ്റെ അകത്ത് ആക്ച്വലി കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് IPv4 കമ്പയർ ചെയ്യുമ്പോൾ. സെക്യൂരിറ്റി പല പർപ്പസുകളുണ്ട്. ബട്ട് എന്നാൽ പോലും ഈ നമ്പർ ഓഫ് ബിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? Once again, IPv6 is an advanced version of IPv4 and it is much better than IPv4 in terms of complexity, efficiency and lot of other features. Okay, so ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് IPv4ൻ്റെ അകത്തുള്ള ബിറ്റ് 32 ബിറ്റ് ആയിരുന്നു, ഇവിടെ 128 ബിറ്റ്സ് ആയി മാറി. ഓക്കെ, സോ ഇത്രയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രാ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു.
IPv4ന്റെ അകത്തുള്ള ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ നമ്പർ ഓഫ് ബിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? IPv4ന്റെ അകത്ത് നമ്പർ ഓഫ് ബിറ്റ്സിനനുസരിച്ച് നമുക്ക് എന്തായിരുന്നു ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്പർ ഓഫ് ബിറ്റ്സ് ഫീൽഡ് അതിന്റെ ബേസിസിലാണ് നമുക്ക് എത്ര ഹോസ്റ്റുകളെ, എത്ര നെറ്റ്വർക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുക. ഓക്കെ, സോ ഇവിടെ 32 ബിറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് 128 ബിറ്റ്സ് ആയി മാറി. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ക്യാൻ സപ്പോർട്ട് എ ലാർജ് നമ്പർ ഓഫ് ഹോസ്റ്റ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ആസ് കമ്പയർ ടു IPv4. IPv4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സിനെയും ഹോസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ IPv6 അഡ്രസ്സിന് പറ്റും. ഓക്കെ, അഗെയിൻ IPv6 ഈസ് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ നമുക്കൊരു മേജർ ചേഞ്ച് പറയുന്നത് 32 ബിറ്റിൽ നിന്നും 128 ബിറ്റായി മാറിയിരുന്നു. ആ ബിറ്റുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നെറ്റ്വർക്ക്സിന്റെ എണ്ണം കൂടുന്നത്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹോസ്റ്റുകളുടെ എണ്ണം കൂടുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബിക്കോസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് 2 റേസ് ടു ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് എത്ര ഹോസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എത്ര നെറ്റ്വർക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ 32 ബിറ്റിൽ നിന്നും 128 ബിറ്റിലോട്ട് മാറുന്ന സമയത്ത് ഇറ്റ് ക്യാൻ സപ്പോർട്ട് എ ലാർജ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് ഹോസ്റ്റ് ഇൻ ഈച്ച് നെറ്റ്വർക്ക്. അത് തന്നെ ഒരു മേജർ ഡിഫറൻസ് ആണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ നമ്പർ ഓഫ് ബിറ്റ്സിനനുസരിച്ചിട്ട് നെറ്റ്വർക്കും ഹോസ്റ്റും ചേഞ്ച് ചെയ്യുന്നുള്ളത് നമ്മൾ IPv4ൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. So here the number of bits changes from 32 to 128, so it can support a large number of networks and each network can support a large number of hosts. Okay, so it supports auto configuration to correct most of the shortcomings in IPv4. IPv4ലെ പല shortcomings ഇത് clear ചെയ്യുന്നുണ്ട്. And it has an integrated security and mobility features. Addition ആയിട്ടുള്ള security and mobility features ഇത് support ചെയ്യുന്നുണ്ട്. This is the IPv4 v6 header format. IPv4 പോലെ തന്നെ IPv6ന്റെ header format important ആണ്. Okay, IPv4 fourth module ഒരു important point ആണെങ്കിൽ IPv6 fifth module ഒരു one of the important point ആണ്. Maybe like exam point of view. സോ IPv6 ഹെഡറും ഒന്ന് നല്ല രീതിയിൽ വരച്ച് തന്നെ പഠിക്കുക. മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഇത് വരച്ച് നോക്കുക. എക്സാം മിക്കവാറും ഓഫ്ലൈൻ ആയിരിക്കും. സോ ഒരിക്കലെങ്കിലും വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവൂ. അല്ലെങ്കിൽ IPv4ഉം IPv6 തമ്മിലുള്ള ഫീൽഡുകളൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഇത് വരച്ച് നോക്കണം. So this is the IPv6 header and it includes version, traffic class, flow label, payload length, next header, hop limit, source and destination address, and extension header. That extension header is also a very important part of this IPv6. That we will discuss what is that extension header. Okay, anyways, these are the fields that include in the IPv6 header: version, traffic class, flow label, payload length, next header, hop limit, source address, destination address, and extension header. Okay, again minimum ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് വരച്ച് നോക്കണം. അല്ലെങ്കിൽ IPv4ഉമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് ഫീൽഡാണ് എങ്ങനെയാണ് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോമൺ ആയിട്ട് പേപ്പറിൽ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് IPv6 എന്നുള്ളത് ഫിഗർ വരയ്ക്കുക, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതിലുള്ള ഓരോ ഫീൽഡുകളും എക്സ്പ്ലെയിൻ ചെയ്യുക. വേർഷൻ ഇസ് ലൈക്ക് IPv4ന്റെ അകത്തുള്ള പോലെ തന്നെ ഏത് വേർഷൻ ഓഫ് പ്രോട്ടോകോൾ ആണ് എന്ന് പറയുന്നതാണ് വേർഷൻ. സെക്കൻഡ് വൺ ഈസ് ട്രാഫിക് ക്ലാസ്. ട്രാഫിക് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ഓഫ് സർവീസ് IPv4ൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ടൈപ്പ് ഓഫ് സർവീസ് ഇൻ IPv4. Okay. Okay, so this traffic class explains about the class or priority of IPv6 packet. IPv6 packetന്റെ priority പറയുന്നതാണ്. Okay. IPv4ന്റെ അകത്തുള്ള ടൈപ്പ് ഓഫ് സർവീസിന് സിമിലാരിറ്റി ഉള്ള ഫീൽഡ് തന്നെയാണ്.
ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാക്കറ്റുകളുടെ പ്രയോറിറ്റി പറയാനൊക്കെ വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി IPv6 റൂട്ട് ദ പാക്കറ്റ്. പ്രയോറിറ്റി അനുസരിച്ചിട്ട് റൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നല്ല ട്രാഫിക് ഉള്ള സമയത്താണെങ്കിൽ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് പെട്ടെന്ന് തന്നെ റൂട്ട് ചെയ്യും. സോ അങ്ങനെയുള്ള പ്രയോറിറ്റി ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ട്രാഫിക് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ traffic class or priority of IPv6 packet is similar to the service field in the IPv4 packet. IPv4 types of service എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടായിരുന്നു. It's almost similar and helps router to handle traffic based on the priority of packet. പാക്കറ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് പല സിറ്റുവേഷനകത്തും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ഉള്ള ഹൈ പ്രയോറിറ്റി ഉള്ള പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡും ഉണ്ടായിരിക്കും. സോ അതിന്റെ ബേസിസിൽ നമുക്ക് പാക്കറ്റുകളെ ഹൈ ട്രാഫിക് ഉള്ള സമയത്ത് പ്രയോറിറ്റി പാക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രാഫിക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ട്രാഫിക് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ കൺജഷൻ ഓഫ് പാക്കറ്റ് വിത്ത് ലീസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ഡിസ്കാർഡഡ്. നമ്മൾ കൺജഷൻ കൺട്രോൾ പഠിച്ചിട്ടുണ്ട്. കൺജഷൻ കൺട്രോളിൻ്റെ അകത്ത് കൺജഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പല ടെക്നിക്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് എ പാക്കറ്റ് വിത്ത് ഹൈ പ്രയോറിറ്റി കംസ് ഇൻ ദാറ്റ് പാത്ത്, ആ പാക്കറ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ദെൻ ഒരു കൺജഷൻ മെക്കാനിസവും വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒന്നായിരുന്നു ഡിസ്കാർഡ് പാക്കറ്റ്. സോ അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രയോറിറ്റി പാക്കറ്റിനെ അവിടെ വെച്ചിട്ട് ലോ പ്രയോറിറ്റി ഉള്ള പാക്കറ്റ്സിനെ ആയിരിക്കും ഡിസ്കാർഡ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ തീരുമാനിക്കുന്ന ഫീൽഡാണ് ട്രാഫിക് ക്ലാസ് ഫീൽഡ്. സോ ട്രാഫിക് ക്ലാസ് എന്ന് IPv6 കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് അവിടെ വരേണ്ടത് പ്രയോറിറ്റി എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വരേണ്ടത്. സോ there should be a point like priority under the traffic class heading. Okay. So traffic class or priority of IPv6 packet helps to route or helps the router to handle traffic based on the priority of packet. And if a congestion occurs and none of the congestion control mechanism works, then we have to discard some of the packet and the packet with the least priority will be discarded. Okay, so that's about traffic class. Fine. Next is flow label. What is flow label? Third field ആണ് flow label. Figure നോക്കുകയാണെങ്കിൽ version, traffic class. Next is flow label. Flow label means used by the source to label the packets belonging to same flow. ഓക്കെ, IPv4ന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പല പാക്കറ്റുകൾ കണ്ടെയ്ൻ ചെയ്തതായിരിക്കും ഒരു കംപ്ലീറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഒരു കംപ്ലീറ്റ് മെസ്സേജിന്റെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്ലോയുടെ ഭാഗമായിട്ട് വരുന്ന പാക്കറ്റുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഫീൽഡാണ് ഫ്ലോ ലേബൽ. ഇറ്റ് ഹെൽപ്സ് ദ സോഴ്സ് ടു ലേബൽ ദ പാക്കറ്റ് ബിലോങ്ങിങ് ടു സെയിം ഫ്ലോ. സെയിം ഫ്ലോ അല്ലെങ്കിൽ ഒരു വലിയ മെസ്സേജിന്റെ പാർട്ടായിട്ട് വരുന്ന സബ് പാക്കറ്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ഫ്ലോ ലേബൽ. ഓക്കെ, then next field payload length and next header hop limit. എന്താണ് payload എന്ന് നോക്കാം. Payload means the total size of the payload. Total size of the payload. Payload means എന്ത് actually? What is actually mean by payload? ഈ ടേം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, payload. What is payload? നമ്മൾ ഏജ് ഫീൽഡിനെ ടൈം ടു ലീവ് ഫീൽഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറ്റൊരു നെയിമാണ് പേലോഡ് ഫോർ എ പെർട്ടിക്കുലർ ടേം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേലോഡ് എന്ന് പറയാം? വാട്ട് യു മീൻ ബൈ പേലോഡ്? ഒരു പാക്കറ്റിന്റെ പേലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാക്കറ്റ് ആക്ച്വലി എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? മേജർ 2 ക്ലാസിഫിക്കേഷൻ ഒരു പാക്കറ്റിൻ്റെ അകത്ത്. We know that a message is sent in the form of different packets. ഒരു മെസ്സേജിനെ പല പാക്കറ്റ്സ് ആക്കി സബ്ഡിവൈഡ് ആയിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ആ പാക്കറ്റിനകത്ത് മേജറായിട്ട് പറയാൻ പറ്റുന്ന 2 പാർട്ടുകൾ എന്തൊക്കെയാണ്? 2 parts in a packet. യെസ്, ഒന്ന് ഹെഡർ ആണ്, മറ്റൊന്ന്
First part is header, yes. Second part is data, exactly. So header ഉം ഡാറ്റയാണ് ഇതിന്റെ രണ്ട് മേജർ പാർട്ട്. സോ ഈ ഡാറ്റ പാർട്ടിനെ പറയുന്ന പേരാണ് പേലോഡ് എന്ന് പറയുന്ന മറ്റൊരു പേരിലാണ് പറയുന്നത്. നമ്മൾ ടൈം ടു ലീവ് ഫീൽഡിനെ ഏജ് ഫീൽഡ് എന്നും നമ്പർ ഓഫ് ഹോപ്പ് കൗണ്ട് എന്നൊക്കെ നമ്മൾ ഡിഫറെന്റ് ടേംസിൽ അറിയുന്നുണ്ട്. ഓക്കെ, ഓരോ നെറ്റ്വർക്കിനനുസരിച്ചിട്ട്. അതേപോലെ പേലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡാറ്റേനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷനെ പറയുന്ന പേരാണ് പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ പാക്കറ്റ് കണ്ടെയ്ൻ മെയിൻലി ടു പാർട്സ്, ദ ഹെഡർ പാർട്ട് ആൻഡ് ദ ഡാറ്റ പാർട്ട്. Header part contain the control information and the data part contain the actual data to send. Okay, so the data part is also known as payload. Okay, so അങ്ങനെയുള്ള ഇൻഫോർമേഷന്റെ ലെങ്ത് അല്ലെങ്കിൽ ആ പാക്കറ്റിന്റെ ഡാറ്റയുടെ സൈസ് എത്രയാണ്, ലെങ്ത് എത്രയാണ് എന്ന് പറയുന്ന ഫീൽഡാണ് പേലോഡ് ലെങ്ത് ഫീൽഡ്. ടോട്ടൽ സൈസ് ഓഫ് ദ പേലോഡ് ഓർ ദ ഡാറ്റ ഓർ ദ ഇൻഫോർമേഷൻ. It tells the router about the amount of information a particular packet contain in its payload. Okay, അതിന്റെ ഡാറ്റ പാർട്ടിൽ എത്ര ഇൻഫോർമേഷൻസിൽ എത്ര ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ പറയുന്ന ഫീൽഡാണ് പേലോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, then there is an important part called next header. After payload, you can see that a next header field is there. What is this next header? This next header field indicates the type of extension header, if any, immediately following the IPv6 header, which means IPv6 headerന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീൽഡുകളുണ്ട്. ആ ഫീൽഡുകളാണ് ആദ്യത്തെ 5 എണ്ണം. വേർഷൻ ഉള്ള ഈ ഒരു റോ, പേലോഡ് ഉള്ള റോ, സോഴ്സ്, ഡെസ്റ്റിനേഷൻ. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഹെഡർ എന്നുള്ള ഫീൽഡ് കാണാം. ഇത് എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഈ എക്സ്റ്റൻഷൻ ഹെഡറിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ ഇൻഫോർമേഷൻസുകൾ ഉണ്ടായിരിക്കും. ഈ എക്സ്റ്റൻഷൻ ഹെഡറിലോട്ടുള്ള പോയിന്റ് ആണ് ഈ നെക്സ്റ്റ് ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ദർ വിൽ ബി മോർ ദാൻ വൺ എക്സ്റ്റൻഷൻ ഹെഡർ ബേസ്ഡ് ഓൺ ദ എക്സ്ട്രാ ഇൻഫോർമേഷൻ ദാറ്റ് നീഡ് ടു append along with this packet. ഓക്കെ, സോ ഇതിലുള്ള ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡറിലോട്ടുള്ള പോയിന്റ് ആയിരിക്കും ഈ നെക്സ്റ്റ് ഹെഡറിൽ ഉണ്ടാവുക. once again, this is the packet. ഈ പാക്കറ്റ് ഉള്ള വേർഷൻ ഉള്ള റോ, പേലോഡ് ഉള്ള റോ, സോഴ്സ്, ഡെസ്റ്റിനേഷൻ, അഡ്രസ് ഉള്ള റോ, അതൊക്കെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ഫീൽഡ് കോൾഡ് എക്സ്റ്റൻഷൻ ഹെഡർ. ഈ എക്സ്റ്റൻഷൻ ഹെഡർ നമ്മൾ IPv4ന്റെ അകത്ത് ഓപ്ഷൻ എന്നുള്ള ഒരു ഫീൽഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഓപ്ഷൻ ഫീൽഡിൻ്റെ അകത്താണ് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ IPv6ന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റൻഷൻ ഹെഡർ. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ ഹെഡറിൻ്റെ അകത്ത് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രാ ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ ടൈപ്പ് ഓഫ് മെസ്സേജ് അനുസരിച്ചിട്ട്, നെറ്റ്വർക്ക് അനുസരിച്ചിട്ട് ഈ എക്സ്റ്റൻഷൻ ഹെഡറിന്റെ എണ്ണവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡറിലോട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഈ നെക്സ്റ്റ് ഹെഡർ എന്ന് പറയുന്ന ഫീൽഡ്. ഓക്കെ, സോ ദിസ് നെക്സ്റ്റ് ഹെഡർ വിൽ പോയിന്റ് ടു ദ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ. From first extension header, there will be a pointer to the second extension header. From there, there will be a pointer to the third extension header. അങ്ങനെ പോകും. സോ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡറിലോട്ടുള്ള പോയിന്ററാണ് ഈ നെക്സ്റ്റ് ഹെഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഹെഡർ ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഹെഡർ, ഇഫ് എനി. ഈ എക്സ്റ്റൻഷൻ ഹെഡർ എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. എക്സ്റ്റൻഷൻ ഹെഡർ ഉണ്ട് എങ്കിൽ അതിലോട്ടുള്ള പോയിന്റർ ആയിരിക്കും ഈ നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് ഉണ്ടാവുക, immediately followed by the IPv6 header. In some cases, it indicates the protocol contained in the upper layer packets such as TCP, UDP, etc. Okay, so next header, just an idea manasilakkka, next header means the pointer to the first extension header. Okay, then hope limit. Hope limit is similar to the TTL field in IPv4. IPv4 ൽ TTL എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടായിരുന്നു. TTL എന്ന് പറഞ്ഞ ആർട്ടിക്കിളിന്റെ ഫുൾ ഫോം എന്താണ്? What do you mean by TTL? IPv4 ൽ TTL എന്നുള്ള ഒരു ഫീൽഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഹോപ്പ് ലിമിറ്റ് എന്നതുകൊണ്ട് IPv6 ൽ ഉദ്ദേശിക്കുന്നത്. What is the full form of TTL in IPv4? What do you mean by TTL? Yes, exactly. Time to live. അതായത് ടൈം ടു ലീവ് ഇതാണ് നേരത്തെ പറഞ്ഞത്. ഇതിന് പല പേരുകളിൽ നമുക്ക് പറയാം. ടൈം ടു ലീവ് എന്ന് പറയാം. ചിലപ്പം IPv6ന്റെ കേസിൽ അത് ഹോപ്പ് ലിമിറ്റ് ആണ്. നമ്മൾ ഏജ് ഫീൽഡ് എന്ന് പറയും.
അതായത് ഒരു പാക്കറ്റ് ഒരു നെറ്റ്വർക്കിൽ എത്ര സമയം നിലനിൽക്കണം അല്ലെങ്കിൽ എത്ര സമയം പ്രസന്റ് ആവണം എന്ന് പറയുന്ന ഫീൽഡാണ് ടൈം ടു ലീവ് അല്ലെങ്കിൽ ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. That means the maximum number of intermediate nodes IPv6 packet is allowed to travel. ഓക്കെ, ചിലത് ടൈമിന്റെ കേസിലായിരിക്കും IPv4 പറയുന്നുണ്ടാവുക ഇത്ര ടൈമിലാണ് അതിന് ഏജ് ഉള്ളത് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഡിസ്കാർഡ് ചെയ്യണം. ഇവിടെ പറയുന്നത് ഒരു പാക്കറ്റ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഇത്ര നമ്പർ ഓഫ് റൂട്ടേഴ്സിന്റെ ഇടയിൽ എത്തിയിരിക്കണം. അതായത് 10 റൂട്ടറിന്റെ ഇടയിൽ ട്രാവൽ ചെയ്തിട്ട് അത് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കണം. അങ്ങനെ പറയുന്നതാണ് ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. 10 റൂട്ടർ കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഒരു പാക്കറ്റിനെ പിന്നെയും ആ നെറ്റ്വർക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി അലോ ചെയ്യരുത്, അതിനെ ഡിസ്കാർഡ് ചെയ്യണം. കാരണം എന്താ, അത് എക്സ്ട്രാ ട്രാഫിക്കുകൾ ഉണ്ടാക്കും. ബിക്കോസ് വി നോ ദാറ്റ് ദ പാക്കറ്റ് ക്യാൻ റീച്ച് ദ ഡെസ്റ്റിനേഷൻ വിത്തിൻ 10 ഹോപ്പ്. ഏതെങ്കിലും ഒരു റൂട്ട് വഴി 10 ഹോപ്പിന്റെ ഉള്ളിൽ, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, 10 ഹോപ്പിന്റെ ഉള്ളിൽ അത് ഡെസ്റ്റിനേഷനിൽ എത്തും. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനുശേഷം അത് വീണ്ടും ആ നെറ്റ്വർക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ആ പാക്കറ്റ് വെറുതെ ഒരു ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ വി ഹാവ് ടു ഡിസ്കാർഡ് ദാറ്റ് പാക്കറ്റ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സെയിം ആസ് ടൈം ടു ലീവ് ഫീൽഡ് ഇൻ IPv4. IPv4ൽ ഇത്ര ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇത്ര ഹോപ്പ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് റൂട്ടേഴ്സിന്റെ ഇടയിൽ റൂട്ട് ചെയ്തിട്ട് അത് ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹോപ്പ് ലിമിറ്റ്. The maximum number of intermediate node IPv6 packet is allowed to travel. That is called hope limit. Okay. അതിലാർക്കും ഇഷ്യൂസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. Then we have a source address and destination address with 128 bits long. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണം IPv4ൻ്റെ അകത്ത് നമ്മൾ ആ ഡോട്ടഡ് ഡെസിമൽ വെച്ചിട്ട് എങ്ങനെയാണ് 32 ബിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ 128 ബിറ്റുള്ള സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഇനി IPv6 ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ എൻഡ് ഡിവൈസിന്റെ അകത്തൊക്കെ നമ്മൾ ആ 128 ബിറ്റുള്ള IP അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ഇതുവരെ 32 ബിറ്റുള്ള IPv4 ആണ് യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റഡ് ബൈ ഡോട്ടഡ് ഡെസിമൽ ലൈക്ക് 120, 225, 225 ആ ഒരു രീതിയിലുള്ള IPv4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IPv6 ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഗീവ് IP അഡ്രസ് വിത്ത് 128 ബിറ്റ് ഇൻ അവർ സിസ്റ്റം. Okay, source address and destination address. Next is the extension header. ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് എക്സ്റ്റൻഷൻ ഹെഡർ. To ratify the limitation of IPv4 option field. IPv4 ഓപ്ഷൻ ഫീൽഡിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഫീൽഡ് മാറ്റിയിട്ട് IPv6ൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ ഹെഡർ എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ടുവന്നത്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് IPv6 ആർക്കിടെക്ചർ. ഓക്കെ, ഇവിടെ പറഞ്ഞു നെക്സ്റ്റ് ഹെഡർ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡറിലായിരിക്കും പോയിന്റ് ചെയ്യുക. ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ അതിന്റെ ഡാറ്റയൊക്കെ ആഡ് ചെയ്തതിനു ശേഷം സെക്കൻഡ് എക്സ്റ്റൻഷൻ ഹെഡർ ഉണ്ടെങ്കിൽ അതിലോട്ട് പോയിന്റ് ചെയ്യും. അങ്ങനെ പോയിന്റ് ചെയ്തിട്ടാണ് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ വെക്കുന്നുണ്ടാവുക. സോ അഗെയിൻ എക്സ്റ്റൻഷൻ ഹെഡർ ഈസ് കമ്മിങ് ആഫ്റ്റർ ദ മെയിൻ പാർട്ട് ഓഫ് ദ IPv6 ഹെഡർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് IPv4 ഓപ്ഷൻ ഫീൽഡ്. IPv4 ഓപ്ഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ആ ഫിഗറിൽ കണ്ടതുപോലെ ഈ നെക്സ്റ്റ് ഹെഡർ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡറിലായിരിക്കും. ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ സെക്കൻഡ് എക്സ്റ്റൻഷൻ ഹെഡറിൽ പോയിന്റ് ചെയ്യും. അങ്ങനെയായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. വേർഷൻ, ട്രാഫിക് ക്ലാസ്, പ്രോ ലെവൽ, ഇതൊക്കെ നമ്മുടെ IPv6. ദിസ് നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ പോയിന്റ്സ് ടു ദ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ. ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഹെഡർ സെക്കൻഡ് എക്സ്റ്റൻഷൻ ഹെഡർ അങ്ങനെ പോയിന്റ് ചെയ്തിട്ടാണ് പോവുക. അതിനുശേഷമായിരിക്കും ഡാറ്റ പോർഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് IPv6 ഹെഡർ ഫോർമാറ്റ്. ക്ലിയർ? ദിസ് ഈസ് അബൌട്ട് IPv6 ഹെഡർ ഫോർമാറ്റ്. ദെൻ നമുക്കതിൻ്റെ IPv6ൻ്റെ അഡ്രസ്സിംഗ് മോഡ്സും IPv4നെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും കൂടി നോക്കാനുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് IPv6 എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? കഴിഞ്ഞ IPv4 പറയുമ്പോഴും IPv6നെ പറ്റിയിട്ടൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ IPv6 എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? എന്താണ് IPv6, എന്തിനാണ് IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തത്? IPv4നെ കമ്പയർ ചെയ്യുമ്പം ഇതിന് ലാർജ് നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ക്യാൻ സപ്പോർട്ട് എ ലാർജ് നമ്പർ ഓഫ് networks and cost. Plus there are many other additional features like security, configuration,
അങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ IPv6 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, so this is about IPv6. Like, what is IPv6? What is the major difference between the number of bits in IPv4 and IPv6? And IPv6 is introduced to solve the shortcomings of IPv4. This is the header format, version, traffic class, flow label, payload length, next header, hop limit, source address, destination address, and destination header. Version means the version of the IP class. Traffic class means traffic class in under the important point and what is the important point which is coming under traffic class. Traffic class in the main heading under the important point and yes, exactly, priority. Priority is the important point that is coming under traffic class. Priority in the priority means or congestion and high priority low priority discard traffic class. Flow label is to denote the packets that belonging to a particular flow, okay, or a particular message. Payload length is the actual length of the information field or the data field. Next header is a pointer to the first extension header. Hop limit is almost similar to the time to live field of the IPv4 field or IPv4 packet. Hop limit means the number of hops that a packet should travel to reach the destination. After that, the packet should be discarded if it is again circulating in that network. Okay, so that field is called hop limit. Source address and destination address with 128 bit, and there is an extension header field. And this extension header field is used to store the information, means like the extra information. It's similar to the option field in the IPv4, but there are some limitations with the option field of IPv4. So we introduced this extension header to solve those problems. So this is about IPv4 packet format. Okay, so this is also an important point regarding like in the exam point of view. Now, IPv6 addressing modes. IPv6 offers several types of addressing modes by which a single host can be addressed. Okay, main ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെയുള്ള അഡ്രസ്സിംഗ് യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ് or anycast എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഉണ്ട്. We know what is unicast and what is multicast. Anycast means it's similar to unicast but send the packet to the nearest destination. That is called anycast. Okay, so these are the different addressing modes supported by the IPv6: unicast, multicast, and anycast. Unicast 1-to-1, multicast 1 to a group. Anycast എന്ന് പറയുന്നത് യൂണികാസ്റ്റ് പോലെ തന്നെയാണ്, but nearest destination മാത്രമായിരിക്കും ഇത് അയക്കുന്നുണ്ടാവുക. This is called anycast addressing mode, which is supported by the IPv6. Okay. Now, finally, the major goals of developing IPv4 means IPv6 over IPv4, or the advantages compared to the IPv4. IPv6 in IPv4 compare ചെയ്യുമ്പോൾ extra advantages എന്തൊക്കെയാണ്? First one, support billions of hosts even with inefficient address space allocation. It can support a billion number of hosts. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. 32 ബിറ്റിൽ നിന്നുമാണ് നമ്മൾ 128 ബിറ്റിലോട്ട് മാറുന്നത്. നമ്പർ ഓഫ് ബിറ്റ് എങ്ങനെയാണ് ഹോസ്റ്റിനെയും നെറ്റ്വർക്കിനെയും നമ്പർ ഓഫ് സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്റ്റിനെയും നെറ്റ്വർക്കിനെയും എഫക്ട് ചെയ്യുന്നത് നമ്മൾ IPv4 കണ്ടതാണ്. So IPv6 is 128 bit address, so it can support a billion number of hosts and networks also. Okay, second one, reduce the size of routing table. നമുക്ക് IPv6 യൂസ് ചെയ്തിട്ട് റൂട്ടിംഗ് ടേബിളിന്റെ സൈസ് IPv4 കമ്പയർ ചെയ്യുമ്പോൾ reduce ചെയ്യാൻ വേണ്ടി പറ്റും. Simplify the protocol to allow routers to process packet faster. പാക്കറ്റിനെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യുവാനും ഫാസ്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യുവാനും ഉള്ള കപ്പാസിറ്റി IPv6 IPv4 കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. എസ്പെഷ്യലി ദാറ്റ് പ്രയോറിറ്റി ഫീൽഡൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രയോറിറ്റി ഉള്ള പാക്കറ്റിനെ ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുവാനും കൺജഷൻ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി IPv6 കൂടുതലാണ് കമ്പയർ ടു IPv4. Okay, so it simplifies the
protocol to allow the routers to process packet faster. Provide better security. IPv4 നെ കമ്പയർ ചെയ്യുമ്പോൾ IPv6 better security provide ചെയ്യുന്നുണ്ട്. Pay more attention to type of service, particularly for real time data. Type of service എന്ന് പറയുന്നത് ആ പ്രയോറിറ്റി ഫീൽഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിയൽ ടൈം ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി ഫീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിയൽ ടൈം ഡാറ്റ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ആ ഡാറ്റ ഫോർവേഡ് ചെയ്യുന്നതാണ് റിയൽ ടൈം ഡാറ്റ എന്ന് പറയുന്നത്. ഓർ ഇൻ റിയൽ ടൈം ഡാറ്റ വി ഗീവ് പ്രയോറിറ്റി ടു ദ ന്യൂവസ്റ്റ് ഡാറ്റ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദ പ്രയോറിറ്റി ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിയൽ ടൈം ഡാറ്റയെ എഫിഷ്യൻ്റ് ആയിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻ IPv6. It aid multicasting by allowing scope to be specified. Multicasting ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിൽ എഫിഷ്യൻ്റ് ആയിട്ട് മെസ്സേജസുകളെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. Then allow the protocol to evolve in future and permit old and new protocol to coexist for years. നമുക്ക് IPv4 അല്ലെങ്കിൽ പഴയ പ്രോട്ടോക്കോളിനും ഈ IPv6 സപ്പോർട്ട് ചെയ്യും. രണ്ടും ഒന്നിച്ച് തന്നെ നമുക്ക് കുറേ കാലം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ആക്ച്വലി ഇപ്പോൾ IPv6ൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. IPv4 സപ്പോർട്ട് ചെയ്യുന്നതിന് IPv6ലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഗോൾസ് ഓഫ് ഡെവലപ്പിംഗ് IPv6 ഓവർ IPv4. Okay, so this is about IPv6. Clear ആണോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. IPv6 ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സിമ്പിളിനെ സംബന്ധിച്ചിടത്തോളം. എന്തെങ്കിലും ഡൗട്ട്സ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. We have only one more topic remaining in this module, that is ICMP-v6. We know what is ICMP, Internet Control Message Protocol. അതിൻ്റെ വേർഷൻ 6നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലാസ്റ്റ് ഒരു ടോപ്പിക് മാത്രമേ ഈ ഒരു മൊഡ്യൂൾ ബാക്കിയുള്ളൂ. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ മൊഡ്യൂളാണ്, ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. Then we can discuss or we can summarize this module and also discuss the some previous year questions. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കാം. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ മൊഡ്യൂളാണ്. ICMP-v6 എന്നുള്ള ടോപ്പിക് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ICMP മീൻസ് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ആൻഡ് ഈ ICMP നമ്മൾ IPv4ൻ്റെ കൂടെയാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. സോ IPv6ൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ICMP പ്രോട്ടോകോളാണ് ICMP-v6. അതിന് ICMP-നെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ദാറ്റ് ഈസ് ദ ഓൺലി ടോപ്പിക് റിമൈനിങ് ഇൻ ദിസ് മൊഡ്യൂൾ. ഓക്കെ, സോ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലുള്ള IPv6 എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? IPv6 ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. Okay. Okay. So എക്സാമിന് എഴുതാൻ ചോദിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ മാർക്ക് അനുസരിച്ചിട്ട് ഹെഡർ ഇൻഫർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ IPv6 എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് IPv6 എന്നുള്ളൊരു പാർട്ട് ഉണ്ടായിരിക്കണം. ഹെഡറിന്റെ ഫിഗർ മസ്റ്റ് ആണ്, ഫിഗർ ഉണ്ടായിരിക്കണം. ആ ഫിഗറിലുള്ള ഓരോ ഫീൽഡും എക്സ്പ്ലെയിൻ ചെയ്യണം അക്കോർഡിംഗ് ടു ദ മാർക്ക്. ഓക്കെ, വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് എഴുതുക. ലൈക്ക് കംപ്ലീറ്റ് എഴുതേണ്ട, എന്താണ് IPv6 അഡ്രസ്സിംഗ് മോഡ്സ് ഇൻക്ലൂഡ് യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്, എനികാസ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതുക ഇൻ കേസ് ഇത് വലിയൊരു മാർക്ക് ചോദിക്കുകയാണെങ്കിൽ. അതേപോലെ സെപ്പറേറ്റ് വാട്ട് ആർ ദ മേജർ ഗോൾസ് ഓഫ് ഡെവലപ്പിംഗ് IPv6 ഓവർ IPv4 എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സുകൾ സെപ്പറേറ്റ് എഴുതുക. ഓക്കെ, ബട്ട് നോർമലി IPv6ന്റെ ഹെഡർ ഫോർമാറ്റ് ആണ് ചോദിക്കുക. ആ കേസിൽ യു ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് IPv6, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ IPv6 എന്നതാണ് എന്ന് പറയണം. ഹെഡറിന്റെ ഫിഗർ വരക്കണം, അതിലുള്ള ഓരോ ഫീൽഡും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് പൊതുവെ ചോദിച്ച് കാണാറ്. ഓക്കെ, സോ IPv6 എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ICMP-v6ഉം ദെൻ ഈ മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.
ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, ഓക്കെ, അദ്വൈത്, അജ്മൽ, അഖിൽ, അനക, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ, അതുൽ, അതിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ അറ്റൻഡൻസ് എന്ന് പറയാം. ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, കാർത്തിക് ആബ്സെന്റ് ആണോ? കാർത്തിക് ആബ്സെന്റ്. സിനാൻ, ഇജാസ്, Present, sir. ഓക്കെ. നഫ, നേഹ, നിതിൻ, പ്രണവ്, സി, റീസ, റസാന, റുസിൻ, റോഷൻ, സഹല ബി, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സഹല എൻ, സംഗീത്, ഷാരൂൺ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അജ, ഷിറോണ. ഓക്കെ ദെൻ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ ദെൻ ബൈ.